നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ ബ്രസീലിയൻ യുവ പ്രതിഭയായ എസ്റ്റവായോ വില്യൻ തൻ്റെ ക്ലബ്ബായ പാൽമറാസിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും വില്യൻ തന്നെയാണ്. ഈ ബ്രസീലിയൻ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കിയ താരം വില്യനാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരവും എസ്റ്റവായോ വില്യൻ തന്നെയാണ്. 22 മത്സരങ്ങൾ കളിച്ച താരം 16 ഗോൾ പങ്കാളിത്തങ്ങളാണ് വഹിച്ചിട്ടുള്ളത്. 9 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 17 വയസ്സ് മാത്രമുള്ള ഈയൊരു താരം സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഈയിടെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്താനും എസ്റ്റവായോ വില്യന് സാധിച്ചിരുന്നു. അദ്ദേഹത്തെ നേരത്തെ തന്നെ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസി സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 18 വയസ്സ് പൂർത്തിയായ ശേഷം അഥവാ അടുത്ത സീസണിൽ മാത്രമാണ് വില്യൻ ചെൽസിക്കൊപ്പം ജോയിൻ ചെയ്യുക. ചെൽസിയുടെ പരിശീലകനായ എൻസോ മരസ്ക ഇപ്പോൾ താരത്തിൻ്റെ മിന്നും പ്രകടനത്തെ പ്രശംസിച്ചിട്ടുണ്ട്. എസ്റ്റവായുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ചെൽസി പരിശീലകൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തകർപ്പൻ പ്രകടനത്തോടുകൂടി നെയ്മറുടെ കണക്കുകൾക്കുമൊപ്പം എത്താൻ എസ്റ്റവായോക്ക് കഴിഞ്ഞിട്ടുണ്ട്. 17-ാം വയസ്സിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിൽ 10 ഗോളുകളും 6 അസിസ്റ്റുകളുമായിരുന്നു നേടിയിരുന്നത്. 2009-ലായിരുന്നു നെയ്മർ ബ്രസീലിയൻ ലീഗിൽ 16 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിരുന്നത്. എസ്റ്റവായോ വില്യൻ ഈ 17-ാം വയസ്സിൽ ഇപ്പോൾ 16 ഗോൾ പങ്കാളിത്തങ്ങൾ ബ്രസീലിയൻ ലീഗിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. നെയ്മർക്ക് ശേഷം ബ്രസീലിയൻ ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ ടാലൻ്റാണ് എസ്റ്റവായോ വില്യൻ എന്നാണ് പലരും ഇപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.